ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിറ്റ് കോയിൻ വളരെ ശക്തമായിട്ട് തന്നെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിറ്റ് കോയിൻ ആ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ മുൻപുള്ള വീഡിയോകളിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഏതൊക്കെ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചകളിൽ നമുക്ക് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ, അതായത് മുൻ വർഷങ്ങളിലെ മാർക്കറ്റ് ക്രാഷ് സമയത്ത് സംഭവിച്ചിട്ടുള്ള അതേ പാറ്റേൺ തന്നെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ബിറ്റ് കോയിൻ്റെ $US പെർ ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇത് 2013 ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആണ്. അവിടെ നിന്ന് പ്രൈസ് ഒന്ന് താഴോട്ട് വരികയും ഈ രീതിയിലുള്ള ഒരു ലെവൽ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം ആ ഒരു ലെവലിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരികയും അവിടെ ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് പ്രൈസ് കാഴ്ചവെക്കുകയും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അവിടെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബുൾ റൺ അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഈ ഒരു ലെവലിലേക്ക് വന്ന് ഒരു ടെസ്റ്റ് അവിടെ നടത്തുന്നു. അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള റിജക്ഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും വീണ്ടും സെല്ലേഴ്സ് ആ ഒരു ഏരിയയ്ക്ക് താഴേക്ക് പ്രൈസിനെ കൊണ്ടുപോവുകയാണ്. പ്രൈസ് അവിടെ ഒന്ന് സൈഡ് വേസ് ആയിട്ട് നീങ്ങുന്നുണ്ട്. അതിനുശേഷം പ്രൈസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവാണ്. വീണ്ടും ആ ഒരു ലെവലിൽ ചെറിയൊരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു റീടെസ്റ്റ് നടത്തുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് റിജക്ഷൻ കിട്ടി പ്രൈസ് വീണ്ടും മുകളിലോട്ട് കുതിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. അതായത് ഈ രീതിയിലാണ് ഈ ഒരു ലെവലിൽ ഒരു ടെസ്റ്റ് നടത്തി അവിടെ നിന്ന് റിജക്ഷൻ കിട്ടി, വീണ്ടും ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് അവിടെ നിന്ന് സൈഡ് വേസ് ആയിട്ട് നീങ്ങി വീണ്ടും ആ ലെവലിന് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ച് ആ ലെവലിൽ തന്നെ ഒരു റീടെസ്റ്റ് സംഭവിച്ചുകൊണ്ടാണ് പിന്നീട് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഇതേ കാര്യം തന്നെ നമുക്ക് വീണ്ടും 2018 ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ 2018-17 സമയത്ത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള മാർക്കറ്റ് ക്രാഷിൽ നമുക്ക് ഈ ഒരു കാര്യം കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഈ ഒരു ലെവലിലേക്ക് ഒരു ടെസ്റ്റ് നടത്തുന്നു, അവിടെ നിന്ന് റിജക്ഷൻ സംഭവിക്കുന്നു, വീണ്ടും പ്രൈസ് ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോകുന്നു. ആ ഒരു ലെവലിന് താഴെയായിട്ട് പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുന്നുണ്ട്. പ്രൈസ് വീണ്ടും ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവാണ്. ആ ഒരു ലെവലിലേക്ക് തന്നെ ഒരു റീടെസ്റ്റ് സംഭവിക്കുന്നുണ്ട്. അവിടെ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടുമ്പോഴാണ് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് പ്രൈസ് അവിടെ കാഴ്ചവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ താഴെ വരച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2013 സംഭവിച്ചിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേണും 2018 സംഭവിച്ചിട്ടുള്ള ചാർട്ട് പാറ്റേണും സെയിം ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് ആക്ഷൻ അവിടെ സെയിം ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2022 അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്, പ്രൈസ് വീണ്ടും ആ ഒരു ലെവലിലൊരു റീടെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചുകൂടെ പ്രൈസ് താഴേക്ക് പോകാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയയിൽ തന്നെ പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവാനായിട്ടുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബുൾ റൺ നമുക്ക് ബിറ്റ് കോയിനിൽ കാണാവുന്നതാണ്. അപ്പോൾ മുൻ വർഷങ്ങളിലെ അതേ ചാർട്ട് പാറ്റേൺസ് തന്നെയാണ്, അല്ലെങ്കിൽ അതേ പ്രൈസ് ആക്ഷൻ തന്നെയാണ് ഇപ്പോഴും ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ കാര്യങ്ങൾ ഇപ്പോഴും പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും നമുക്കൊരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി ഏകദേശം ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം എത്രത്തോളം താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഓൾ ടൈം ഹൈ മുതൽ ഈ ഒരു ലെവൽ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, ഇതേ ഡിസ്റ്റൻസ് തന്നെയാണ് പ്രൈസ് താഴോട്ടും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം പ്രൈസ് താഴോട്ടും പോയിട്ടുള്ളത് ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും ഈ 2018 ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ എടുക്കുകയാണ്. ആ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് പ്രൈസ് ഇവിടെയും താഴോട്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2022 അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ ഇവിടെയും എടുക്കുന്നുണ്ട്, ഈ ഒരു ലെവൽ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ആ ഒരു ഡിസ്റ്റൻസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഏകദേശം ഒരു $18 വരെ ഇറങ്ങി വരാനായിട്ടുള്ള സാധ്യത നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു $18 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2018 ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മുൻ പല വീഡിയോകളിലും അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വരികയാണ്. മുൻ വർഷങ്ങളിലെ ചാർട്ട് പാറ്റേണുകളിൽ സംഭവിച്ച പോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് ഇവിടേക്ക് ഇറങ്ങി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവാനായിട്ട് പോകുന്നത്. അതിനുശേഷമായിരിക്കും പ്രൈസ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്.
ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ മുൻ വർഷങ്ങളിലെ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു വീക്കിലി ടൈം ഫ്രെയിമിലാണ്. ഞാനിവിടെ മൂവിങ് അവറേജ് 200 പീരീഡ് മൂവിങ് അവറേജ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു മൂവിങ് അവറേജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഓരോ തവണ ഈ ഒരു മൂവിങ് അവറേജിൽ എത്തുമ്പോഴും, പ്രൈസ് ഈ ഒരു മൂവിങ് അവറേജിനെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ ആ മൂവിങ് അവറേജിനെ ടച്ച് ചെയ്യുമ്പോഴും അതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുത്തുകൊണ്ട് പ്രൈസ് പിന്നീട് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. ഈ രീതിയിൽ ഈ ഒരു മൂവിങ് അവറേജിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് പ്രൈസ് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും പ്രൈസ് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൂവിങ് അവറേജ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ആൻഡ് ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഏരിയയിൽ പ്രൈസ് ഒരു സപ്പോർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഒരു മൂവിങ് അവറേജിൽ സപ്പോർട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ, അതായത് ആ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ 2018 ആ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ആയിട്ടുള്ള ആ ഒരു 18K മുതൽ ഒരു 20K വരെയുള്ള ആ ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിലേക്കുള്ള ഒരു ഇറങ്ങി വരവ് തീർച്ചയായിട്ടും ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോസിബിലിറ്റീസ് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മുൻ വർഷങ്ങളിലെ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ, മുൻ വർഷങ്ങളിലെ പ്രൈസ് ആക്ഷനും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ പ്രൈസ് ഇനിയും ഈ ഒരു വർഷവും ഈ ഒരു മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തും പ്രൈസ് ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യാനാണ് ഉദ്ദേശമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ പുതിയ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ്കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ബിറ്റ്കോയിനിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന, ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം പ്രൈസ് സ്റ്റിൽ ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ കിട്ടിയിട്ടില്ല. ഒരു ട്രെൻഡ് റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ നല്ല ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുക, നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നടത്തുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുക. ഞാൻ പറയുന്നത് ആരും തന്നെ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടിപൊളിയായിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.